ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കരുവന്നൂർ ശുദ്ധജല പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 18-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ബൈക്കിലെത്തി മാലമോഷണം പതിവാക്കിയ 20-കാരനെ ചാലക്കുടി പോലീസ് പിടികൂടി. പ്രതി പിടിയിലായത് GPS സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ. ജനകീയ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ചാപ്പാറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് പുതിയ മുഖം. 3 കോടി രൂപ ചെലവിൽ ഇവിടെ ശാസ്ത്ര മ്യൂസിയം സ്ഥാപിക്കും. ശുചിത്വ പരിപാലനത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശം പകർന്ന സ്വച്ഛ് ഭാരത് എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. മരത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഹ്രസ്വചിത്രത്തിന് പ്രധാനമന്ത്രിയുടെ അനുമോദനം. നമസ്കാരം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കരുവന്നൂർ ശുദ്ധജല പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 18-ന് ചാവക്കാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചാവക്കാട് ഗുരുവായൂർ നഗരസഭയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി 2009-ലാണ് കരുവന്നൂർ ശുദ്ധജല പദ്ധതിക്ക് രൂപം നൽകിയത്. 50 കോടിയുടെ പദ്ധതിയിൽ 30 കോടി രൂപ ഗുരുവായൂർ നഗരസഭയും ദേവസ്വം വകുപ്പും 20 കോടി രൂപ ചാവക്കാട് നഗരസഭയുമാണ് നൽകുന്നത്. 23 കിലോമീറ്റർ ദൂരം വലിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് വെള്ളം എത്തിക്കുന്നത്. കരുവന്നൂരിൽ നിന്ന് വെള്ളം ഇരിങ്ങാലക്കുടയിലെ പ്ലാന്റിലെത്തിച്ച് അവിടെ നിന്ന് ശുദ്ധീകരിച്ച് ഏങ്ങണ്ടിയൂരിലെ ടാങ്കിലെത്തിച്ച് അവിടെ നിന്നാണ് ചാവക്കാട്ടേക്കും ഗുരുവായൂരിലേക്കും വെള്ളം എത്തുന്നത്. ഇതിനായുള്ള പൈപ്പുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. 2009-ൽ ആരംഭിച്ച പ്രവർത്തനം കരാറുകാരൻ നിർത്തിവെച്ച് പോയതിനെ തുടർന്നും പൈപ്പുകൾ ലഭ്യമാകാത്തതിനെ തുടർന്നും ദേശീയപാത അനുമതി ലഭ്യമാകാത്തതിനാലും നീണ്ടുപോവുകയായിരുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ചാവക്കാട് ഗുരുവായൂർ മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് പൂർണ്ണ പരിഹാരമാകും. TCV ചാവക്കാട്. 3.5 മാസത്തിനുള്ളിൽ 20ഓളം പേരുടെ മാല പൊട്ടിച്ച് നാടിന്റെ ഉറക്കം കെടുത്തിയ 20-കാരൻ ചാലക്കുടി പോലീസിന്റെ പിടിയിലായി. കുറ്റിച്ചിറ പണ്ടാരപ്പറമ്പിൽ അമലിനെയാണ് DYSP CR സന്തോഷിന്റെ കീഴിലുള്ള ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ പകുതിയോടെ ചാലക്കുടി ബ്രൈറ്റ് സ്റ്റാർ ക്ലബിന് സമീപമാണ് അമൽ ആദ്യം മാല പൊട്ടിക്കുന്നത്. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന 69 വയസ്സുള്ള സ്ത്രീയാണ് ആദ്യ ഇര. പിന്നീട് മേലൂർ കൂടപ്പുഴ പരിയാരം കൂവാട്ടുകുന്ന് കടുങ്ങാട് ചാലക്കുടി ലൂസിയ ബാറിന് പുറകുവശം മേച്ചിറ നായരങ്ങാടി പനമ്പള്ളി കോളേജ് റോഡ് തേശ്ശേരി മണ്ണുത്തി മുതലായ സ്ഥലങ്ങളിൽ തുടർച്ചയായി മാലപൊട്ടിക്കൽ നടന്നു. തുടർന്ന് തൃശൂർ റേഞ്ച് IG-യുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു. ഇരകളെ കണ്ട് വിവരങ്ങൾ ചോദിച്ചതിലും പ്രദേശങ്ങളിൽ ലഭ്യമായ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും ഹെൽമറ്റ് ധരിച്ച് ആധുനിക ബൈക്കിലെത്തിയ ആളാണ് മാല പൊട്ടിക്കുന്നത് എന്ന് വ്യക്തമായി. മേലൂരിൽ മാല പൊട്ടിച്ചതോടെയാണ് വാഹനം യമഹ FZ ആണെന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ വാഹനത്തിന്റെ നമ്പർ മറച്ച നിലയിലായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അവസാനം 18ഓളം വാഹനങ്ങളെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. സംശയത്തിന്റെ നിഴലിൽപ്പെടാത്ത 10 വാഹനങ്ങളെ ഒഴിവാക്കി. ബാക്കി 8ഓളം ബൈക്കുകളിലേക്ക് രഹസ്യാന്വേഷണം ചുരുക്കി. വിവിധ ജില്ലകളിലായുള്ള ഈ 8 വാഹനങ്ങളെ നിരീക്ഷിക്കുക പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം അതിനായി പ്രത്യേക GPS സാങ്കേതികവിദ്യ നിർമ്മിച്ചാണ് പ്രതിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ചത്. തുടർന്ന് അമലിന്റെ നീക്കങ്ങളും വീടും പരിസരവും നിരീക്ഷിച്ച പോലീസ് സംഘം ഇയാളാണ് പ്രതിയെന്ന് ഉറപ്പുവരുത്തിയാണ് പിടികൂടിയത്. ആദ്യമൊക്കെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം നിഷേധിച്ചെങ്കിലും സാങ്കേതികവിദ്യയുടെ പിൻബലത്തോടെ ശാസ്ത്രീയ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. സംഭവസ്ഥലങ്ങളിലും സ്വർണം പണയം വെച്ച സ്ഥാപനങ്ങളിലും വിൽപ്പന നടത്തിയ സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷ്ടിച്ച മാലകൾ വിറ്റും പണയം വെച്ചും കിട്ടിയ പണം ധൂർത്തടിച്ച് കളയുകയായിരുന്നുവെന്ന് പ്രതി സമ്മതിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ചാലക്കുടി CI മാത്യു J, SI VS വത്സകുമാർ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ജിനുമോൻ തച്ചേത്ത, CA ജോബ്, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, റെജി AU, ബിനു MJ, ഷീജോ തോമസ് എന്നിവരും ഉണ്ടായിരുന്നു. TCV ചാലക്കുടി. കൊടുങ്ങല്ലൂർ നഗരസഭ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇനി ശാസ്ത്ര മ്യൂസിയം. ജനകീയ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ചാപ്പാറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് പകരമാണ് 3 കോടി രൂപ ചെലവിൽ ശാസ്ത്ര മ്യൂസിയം സ്ഥാപിക്കുന്നത്. ശാസ്ത്ര മ്യൂസിയത്തിനാവശ്യമായ തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മ്യൂസിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്കായി കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്താൻ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ആധുനിക സംവിധാനങ്ങളോട് കൂടിയ മ്യൂസിയമാണ് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉപകരിക്കുന്ന വിധത്തിലാണ് മ്യൂസിയം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ പറഞ്ഞു. 2019-20 വർഷത്തേക്ക് വളരെ ബൃഹത്തായ നമ്മുടെ നാടിന് അഭിമാനകരമായ രീതിയിൽ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞാൽ വാന നിരീക്ഷണ കേന്ദ്രം, നക്ഷത്ര നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ വളരെ വിശാലമായ ഒരു ശാസ്ത്ര കേന്ദ്രമായി അതിനെ മാറ്റാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്.
എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ 3 കോടി രൂപ നീക്കിവെച്ചതിൽ ഞങ്ങളുടെ കൗൺസിലിനുള്ള അഗീതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അഡ്വക്കേറ്റ് BR സുനിൽകുമാറും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭാ പരിധിയിലെ മാലിന്യം സംസ്കരിക്കുന്ന കേന്ദ്രമായിരുന്നു ചാപ്പാറയിലേത്. യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് വേർതിരിക്കുകയും ജൈവമാലിന്യം വളമാക്കുകയും ചെയ്യുന്ന പ്ലാന്റാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ തുടർന്ന് നാട്ടുകാർ മാസങ്ങളോളം നീണ്ട സമരം നടത്തിയതോടെ നഗരസഭാ അധികൃതർ പ്ലാന്റ് അടച്ചുപൂട്ടുകയായിരുന്നു. പുതിയ തീരുമാനം നഗരസഭയ്ക്കും നാട്ടുകാർക്കും ഒരുപോലെ ആശ്വാസം പകരുന്നതാണ്. TCV കൊടുങ്ങല്ലൂർ. ശുചിത്വ പരിപാലനത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശം പകർന്ന് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുമോദനം. മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിലെ സംസ്കൃതം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സ്വച്ഛ് ഭാരത് എന്ന ഷോർട്ട് ഫിലിമാണ് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹമായത്. സപ്തതിയുടെ നിറവിലുള്ള മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിലെ 5, 6, 7 ക്ലാസുകളിലെ ഏതാനും വിദ്യാർത്ഥികൾ ചേർന്നാണ് 9 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം ഒരുക്കിയത്. സംസ്കൃത ഭാഷയിൽ നിർമ്മിച്ച ലഘു സിനിമയിലൂടെ നാടും വീടും വിദ്യാലയവും ഒരുപോലെ വൃത്തിയാക്കി സൂക്ഷിക്കണമെന്നും പരിസര മലിനീകരണം ഇല്ലാതാക്കി ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കണമെന്നുമുള്ള സന്ദേശമാണ് തങ്ങൾ സമൂഹത്തിന് നൽകിയതെന്ന് ചിത്രത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കുട്ടികൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് പറയാനുള്ളത്, മാലിന്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. വീട്ടിൽ തന്നെ മാലിന്യങ്ങൾ സംസാരിക്കണം, നമ്മളത് പുറത്തൊന്നും പോയി കളയാനൊന്നും പാടില്ല. അപ്പൊ നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കുന്നത് നന്നാക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ നശിപ്പിക്കാതിരിക്കുക. ക്യാമറയുടെ മുന്നിലും പുറകിലും പ്രവർത്തിച്ചത് വിദ്യാർത്ഥികൾ തന്നെയാണ്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മഞ്ഞളി, പ്രധാനാധ്യാപിക TCP ആന്റണി, സംസ്കൃതം അധ്യാപകൻ ഗോകുലകൃഷ്ണൻ എന്നിവരുടെ പിന്തുണയോടെയാണ് ഈ കുരുന്ന് പ്രതിഭകൾ ഷോർട്ട് ഫിലിം ചിത്രീകരണത്തിന് ഇറങ്ങിയത്. ആശയവും തിരക്കഥയും വിദ്യാർത്ഥികൾ തന്നെയാണ് തയ്യാറാക്കിയതെന്ന് പ്രധാനാധ്യാപിക TCP ആന്റണി പറഞ്ഞു. സംസ്കൃതം അധ്യാപകൻ ശ്രീ ഗോകുലകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ സ്വച്ഛ് ഭാരത് എന്ന പേരുള്ള ഒരു ഷോർട്ട് ഫിലിം അഭിനയിക്കുകയുണ്ടായി. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യൊപ്പിട്ട അനുമോദന പത്രിക നമ്മുടെ വിദ്യാലയത്തിന് ലഭിക്കുകയുണ്ടായി. ആത്മിക വിൽസൺ, സോൾജി സണ്ണി, അൽന ആൻഡു, ആൻലെറ്റ് മെജോ, EJ സെറീന, അഞ്ചൽ K സുരേഷ്, VS ആയുഷ് എന്നീ വിദ്യാർത്ഥികളാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം മേളയിൽ ചിത്രം ശ്രദ്ധ നേടിയിരുന്നതായി സംസ്കൃത അധ്യാപകൻ ഗോകുലകൃഷ്ണൻ പറഞ്ഞു. നല്ലൊരു ഷോർട്ട് ഫിലിം വിദ്യാലയത്തിലെ കുട്ടികൾ തന്നെ ഷൂട്ട് ചെയ്ത് അവർ തന്നെ അതിനെ സ്ക്രിപ്റ്റും അതിനുള്ള എല്ലാം അവർ തന്നെയായിരുന്നു. അതിൻ്റെ എല്ലാ ആദ്യാന്തങ്ങൾ എല്ലാം അവർ തന്നെ നിർവഹിച്ച് നല്ലൊരു 10 മിനിറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ളൊരു ഷോർട്ട് ഫിലിമായിരുന്നു. ഇതിൽ പ്രത്യേകത വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു ഈ ഷോർട്ട് ഫിലിമിൽ പങ്കെടുത്തത്. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് അഭിയാൻ അധികൃതർക്ക് ചിത്രം അയച്ചു കൊടുത്തതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ അനുമോദന കത്ത് പ്രധാനാധ്യാപിക TCP ആന്റണിയുടെ പേരിൽ സ്കൂളിൽ എത്തിയത്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ശുചിത്വമുള്ള രാജ്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ നടപ്പാക്കിയതെന്നും മറ്റത്തൂർ സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ ലക്ഷ്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൽ സംതൃപ്തിയുള്ളതായും പ്രധാനമന്ത്രി അനുമോദന കത്തിൽ പറയുന്നു. TCV ന്യൂസ്, കൊടകര. മാപ്രാണത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മൂർക്കനാട് സ്വദേശി ചെറിയിൽ മനോഹരന്റെ ഭാര്യ 52 വയസ്സുള്ള മിനിയാണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ മിനി തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. PMAY ഭവന നിർമ്മാണ പദ്ധതിയെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. പദ്ധതി പ്രകാരം നഗരസഭാ വിഹിതമായ 2 ലക്ഷം രൂപ ലഭിക്കാൻ 543 ഗുണഭോക്താക്കൾ ഇനിയും കാത്തിരിക്കണമെന്ന അവസ്ഥയാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. വിഹിതം നൽകുന്നതിന് 10 കോടിയോളം രൂപ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് ഈട് നൽകുന്നതിൽ തീരുമാനമാകാത്തതാണ് ഗുണഭോക്താക്കൾക്ക് തിരിച്ചടിയായത്. വിഷയത്തിൽ വ്യക്തതയില്ലാത്തത് ഭരണ പ്രതിപക്ഷ തർക്കത്തിനിടയാക്കി. അമൃത് സിറ്റി പദ്ധതിയിൽ GIS അടിസ്ഥാനത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് കൌൺസിൽ തീരുമാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജില്ലാ ടൗൺ പ്ലാനറുടെ കത്തിന് കൌൺസിൽ യോഗം അംഗീകാരം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി അധ്യക്ഷയായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭ 2019-20 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 62,79,20,467 രൂപ മൊത്തം വരവും 58,42,30,480 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കൃഷിയുടെ ഉന്നമനത്തിനായി 67,15,000 രൂപയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾക്കായി 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്.
മൃഗസംരക്ഷണ മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 21,19,000 രൂപയും ABC പദ്ധതിക്ക് 3 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബൈപ്പാസ് റോഡിലെ അനധികൃത നിർമ്മാണങ്ങൾ ഒഴിവാക്കി സ്ഥലം ഏറ്റെടുക്കാൻ 50 ലക്ഷം രൂപയും ഊർജ്ജ മേഖലയിൽ 1,30 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇറവ് സ്കൂളിന് സമീപം ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. കുന്നത്തങ്ങാടി വെളുത്തൂർ തൈവളപ്പിൽ വീട്ടിൽ ആഷിഖിനാണ് പരിക്കേറ്റത്. വാഹന പരിശോധനയ്ക്കായി നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ബൈക്ക് എതിർദിശയിലേക്ക് ഓടിക്കുകയും തൃശൂരിൽ നിന്നും ചാവക്കാട്ടേക്ക് പോയിരുന്ന ഫീമോൾ എന്ന ബസ്സിൽ ഇടിച്ചു തെറിക്കുകയുമായിരുന്നു. റോഡിൽ ബോധമില്ലാതെ വീണ യുവാവിനെ പോലീസ് ജീപ്പിൽ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. കുന്നംകുളത്ത് സംഘടിപ്പിച്ച ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് പെരുമ്പിലാവിൽ പ്രൗഢോജ്വല സമാപനം. ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, അങ്കണവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന അധ്യക്ഷയായി. കോളേജ് വിദ്യാർത്ഥികളുടെയും ആശാ വർക്കർമാരുടെയും സ്കിറ്റുകൾ, നാടൻപാട്ടുകൾ, നൃത്തങ്ങൾ എന്നിവ അരങ്ങേറി. സമൂഹ ചിത്രരചന, സമീകൃത ആഹാര പ്രദർശനം, വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, സ്പോർട് ക്യൂസ്, എക്സിബിഷൻ, കിടപ്പിലായവരുടെ ഉപജീവന സ്വയം തൊഴിൽ ഉൽപ്പന്ന പ്രദർശനം, ആരോഗ്യ ഹ്രസ്വ സന്ദേശങ്ങൾ പകർത്തൽ, തൊഴിലാളികളുടെ രക്തപരിശോധന, ജീവിതശൈലി രോഗനിർണയം എന്നിവയുമുണ്ടായിരുന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഡെപ്യൂട്ടി DMO VK മിനി, ശശി MS, PK രാജു തുടങ്ങിയവർ സംസാരിച്ചു. BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസം നടത്തി. പഞ്ചായത്തിൽ അഴിമതിയും ദുർഭരണവുമാണെന്ന് ആരോപിച്ചായിരുന്നു ഉപവാസം. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജ്യോതിബാസ് തേവർക്കാട്ടിൽ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജിലാൽ തേവർക്കാട്ടിൽ, സെൽവൻ മണക്കാട്ടുപടി തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ഗ്രാമസഭ പ്രസിഡന്റ് പങ്കെടുക്കാത്തതിനാൽ അലങ്കോലപ്പെട്ടതായി പരാതി. ചിറവനങ്ങാട് നെല്ലിക്കുന്ന് മദ്രസയിലാണ് ഗ്രാമസഭ നടത്താൻ തീരുമാനിച്ചിരുന്നത്. വാർഡ് മെമ്പർ ആമിന സുലൈമാനും കോർഡിനേറ്ററും എത്തിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ പങ്കെടുത്തില്ല. വാർഡ് മെമ്പറും മറ്റ് ജനപ്രതിനിധികളും ഫോണിൽ വിളിച്ചു വരാൻ അഭ്യർത്ഥിച്ചെങ്കിലും പ്രസിഡന്റ് തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട്. മണിക്കൂറോളം ഇവരെ പ്രതീക്ഷിച്ചിരുന്ന ഗുണഭോക്താക്കൾ പ്രതിഷേധമറിയിച്ച് മടങ്ങിപ്പോയി. 2ാം വാർഡിൽ വികസനങ്ങൾ നടപ്പിലാക്കുന്നതിലും ആനുകൂല്യങ്ങൾ നൽകുന്നതിനും ഭരണസമിതി വിമുഖത കാണിക്കുന്നുവെന്നും ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് ഭയന്നാണ് പ്രസിഡന്റ് ഗ്രാമസഭയിൽ നിന്ന് വിട്ടുനിന്നതെന്നും വാർഡ് മെമ്പർ ആരോപിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിലെ മഴവെള്ള സംഭരണിയും കുടിവെള്ള പദ്ധതിയും പ്രവർത്തന സജ്ജമായി. ജില്ലയിലെ തന്നെ നൂതന പദ്ധതികളിലൊന്നാണ് വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മഴവെള്ള സംഭരണി. പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന് മുകളിൽ പെയ്യുന്ന മുഴുവൻ മഴവെള്ളവും പൈപ്പ് ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഭൂഗർഭ അറയിൽ ഫിൽറ്റർ ചെയ്ത് സംഭരിക്കും. 1.5 ലക്ഷം ലിറ്റർ ശുദ്ധജലം സംഭരിക്കാൻ ശേഷിയുള്ളതാണ് ഭൂഗർഭ ജലസംഭരണി. ഓഫീസ് വളപ്പിലെ കുടിവെള്ള പദ്ധതി ടാങ്കിലേക്കും പഞ്ചായത്തിന്റെ കുടിവെള്ളം വിതരണം ചെയ്യുന്ന വാഹനത്തിലേക്കും വെള്ളം പമ്പ് ചെയ്യുന്നതിന് പ്രത്യേക മോട്ടോർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ടാങ്കിന് മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. 22 ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ്. തൃശൂരിൽ നടക്കുന്ന പഞ്ചായത്ത് ദിനാഘോഷ പരിപാടിയിലേക്ക് പഞ്ചായത്ത് ഉയർത്തിക്കാട്ടുന്ന നൂതന പദ്ധതിയാണിത്. വെള്ളിയാഴ്ച രാവിലെ മണലൂർ നിയോജകമണ്ഡലം MLA മുരളി പെരുന്നെല്ലി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് രതി M ശങ്കർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. TCV ന്യൂസ്, പാവറട്ടി. ഇരുമപ്പെട്ടിയിൽ ബസ് യാത്രയ്ക്കിടയിൽ വയോധികയുടെ മാല കവർന്നു. ചാവക്കാട് ഏനമാവ് പെരുമാട്ടിൽ റോസിയുടെ 3 പവന്റെ സ്വർണ്ണമാലയാണ് കവർന്നത്. രാവിലെ 10 മണിയോടെയാണ് സംഭവം. എരുമപ്പെട്ടി മണ്ടമാർബിലുള്ള ബന്ധുവീട്ടിലേക്ക് വരികയായിരുന്നു ഇവർ. സ്ഥലം തെറ്റി മങ്ങാട് സെന്ററിൽ ബസ്സിറങ്ങിയ ഇവർ തിരികെ മറ്റൊരു ബസ്സിൽ എരുമപ്പെട്ടിയിലേക്ക് വരുന്നതിനിടയിലാണ് മോഷണം നടന്നത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. സാമൂഹ്യ സേവന മേഖലയിൽ ഊന്നൽ നൽകി എടത്തിരുത്തി പഞ്ചായത്തിൽ 2019-20 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. പ്രളയാനന്തര പഞ്ചായത്തിനെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ബജറ്റിലൂടെ കാഴ്ചവെക്കുന്നത്. 8 കോടി രൂപ ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും നീക്കിവച്ചിട്ടുണ്ട്. 16,35,3364 രൂപ വരവും 15,51,33,665 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് AV സതീഷ് അവതരിപ്പിച്ചത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി PY സാജിദ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു.
ആമ്പലൂരിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംരക്ഷണ പരിസ്ഥിതി മിഷൻ പ്രവർത്തകർ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സ്റ്റോപ്പ് ഇല്ലാത്തതുമൂലം യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അപകടങ്ങളും പതിവായ സാഹചര്യത്തിലാണ് ബസ് സ്റ്റോപ്പ് നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നത്. ആമ്പലൂരിൽ വേഗനിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ പാലപ്പിള്ളി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സുരേഷ് ചെമ്മനാടൻ, ശിഹാബ് പെരുവാൻകുഴിയിൽ, സുബീഷ് ജോസ് താഴേക്കാടൻ എന്നിവർ സംസാരിച്ചു. ചേറ്റുവ ചുള്ളിപ്പടി ശ്രീ കാർത്യായനി ഭദ്രകാളി ക്ഷേത്രം പുനർനിർമ്മാണത്തിന് പിന്നാലെ ഉത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ക്ഷേത്ര ചുമരുകൾ അഭിരാമി എന്ന കലാവിദ്യാർത്ഥിനിയുടെ കലാവിരുതിനാൽ അഴകേറിയിരിക്കുകയാണ്. അഭിരാമി വരച്ചെടുത്ത ചുമർ ചിത്രങ്ങൾ ക്ഷേത്ര ചുമരുകളെ സമ്പന്നമാക്കിയിരിക്കുകയാണ്. വാല സമുദായ അംഗമായ ചുള്ളിപ്പടി പുതുവാപ്പറമ്പിൽ സജീവ് രജിത ദമ്പതികളുടെ മകളായ അഭിരാമി തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഉത്സവത്തിനു മുൻപായി പുനർനിർമ്മാണം കഴിഞ്ഞ ക്ഷേത്രത്തിന് പുതുചൈതന്യം നൽകണമെന്ന ചിന്തയാണ് ചുമർ ചിത്രങ്ങൾ എന്ന ആശയത്തിലേക്ക് ക്ഷേത്ര കമ്മിറ്റിക്കാരെ എത്തിച്ചത്. വരയ്ക്കാൻ താൽപര്യമുള്ള ഒട്ടേറെ കുട്ടികളിൽ നിന്നാണ് അഭിരാമിയെ കമ്മിറ്റിക്കാർ തെരഞ്ഞെടുത്തത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെ തന്നെ ചുമർ ചിത്രങ്ങളിൽ അഭിരാമി പരിശീലനം തുടങ്ങിയിരുന്നു. തുടർന്ന് +2 വരെ വാടാനപ്പള്ളി സർഗകലാക്ഷേത്രയിൽ ശ്രീഭദ്രകാളിയും ദുർഗാദേവിയും സരസ്വതി ദേവിയുടെയും രൂപങ്ങൾ അഭിരാമി എന്ന കലാവിദ്യാർത്ഥിനിയിലെ പ്രതിഭ തെളിയിക്കുന്നതാണ്. അക്രിലിക് പെയിന്റിങ്ങിലൂടെ ഇഷ്ടദൈവങ്ങളുടെ ഭാവങ്ങൾക്ക് ജീവനേകാൻ അഭിരാമിക്കായി. ഞാൻ ചെറുപ്പം മുതലേ വരക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛനിവിടെ കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. ഇവിടെ അമ്പലം ചുമരുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനോട് എല്ലാവരോടും കമ്മിറ്റിയിൽ അപേക്ഷയൊക്കെ വെച്ച് പിന്നെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഉത്സവത്തിന് മുന്നേ ഇത് തീർക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി സമയം പോലെ ബാക്കിയുള്ളത് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. മ്യൂറൽ പെയിന്റിംഗിൽ നിർബന്ധമായ നീല, പച്ച, മഞ്ഞ, കറുപ്പ്, ചുവപ്പ് എന്നീ 5 നിറങ്ങളാണ് അഭിരാമി വരച്ചെടുക്കുന്ന ദൈവരൂപങ്ങൾക്ക് വശ്യമായ ഭാവം നൽകുന്നത്. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെ ചിത്രം വര നീണ്ടു നിൽക്കും. മാതാപിതാക്കൾക്കൊപ്പം ഇളയ സഹോദരൻ അഭിനവും ഭർത്താവ് അഭിജിത്തും നൽകുന്ന പിന്തുണ അഭിരാമിക്കുണ്ട്. ഇതോടൊപ്പം ക്ഷേത്ര കമ്മിറ്റിയുടെ നിർലോഭമായ സഹകരണവും. നമ്മളെ എടുത്തു വളർത്തിയ പോലത്തെ ഒരു മോളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ കുട്ടിക്ക് തന്നെ ഇവിടെ വരക്കാൻ ഇങ്ങനൊരു സൗഭാഗ്യം കിട്ടിയതിൽ ക്ഷേത്ര കമ്മിറ്റിക്കും ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ കുട്ടിയോട് കടപ്പാടും സ്നേഹവും ഒരുപാടുണ്ട്. ചുമർ ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യവുമായ പെയിന്റും ബ്രഷുകളുമെല്ലാം അഭിരാമിക്ക് സമ്മാനിച്ചത് മാതൃസഹോദരി ഭർത്താവ് അഭിലാഷ് കടകത്താണ്. ഉത്സവം കഴിയുന്നതോടെ ഇഷ്ടദൈവങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ ക്ഷേത്രത്തിന്റെ മറ്റു ചുമരുകളിലേക്ക് പകർത്താനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് അഭിരാമി എന്ന കലാവിദ്യാർത്ഥിനി. TCV തൃപ്രയാർ. ഗുരുവായൂരിൽ NSS കരയോഗം അംഗങ്ങൾക്ക് കാറ്ററിംഗ് പരിശീലനം തുടങ്ങി. നബാർഡിന്റെ സഹായത്തോടെ സൊസൈറ്റിയുടെ കീഴിലുള്ള വനിതാ സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 35 വനിതകൾക്കാണ് പരിശീലനം നൽകുന്നത്. പാചക പരിശീലനം, ബാങ്കിംഗ് ഇടപാടുകൾ എന്നിവയിലും ഇതോടൊപ്പം പരിശീലനം നൽകുന്നുണ്ട്. നബാർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ദീപ S. പിള്ള പരിശീലന കളരി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ N. രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. മുരളീധരൻ, T. ഉണ്ണികൃഷ്ണൻ, K. ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി തൃപ്രയാറിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗതാഗത നിയമ ബോധവൽക്കരണം നടത്തി. തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് കോളേജിൽ NCC കേഡറ്റുകളെ ഉൾപ്പെടുത്തിയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റും കാറുകളിൽ സീറ്റ് ബെൽറ്റും ധരിച്ച് യാത്ര ചെയ്യുന്നവർക്ക് മധുരം സമ്മാനിച്ചു. ഗതാഗത നിയമത്തെക്കുറിച്ചുള്ള ലഘുലേഖകളും വാഹന ഡ്രൈവർമാർക്ക് നൽകി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TM ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ VK അബ്ദുൾ സലാം, PM സുനിൽകുമാർ എന്നിവർ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇരുചക്ര വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയത് അടക്കമുള്ള ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചു. പ്രളയകാലത്തുൾപ്പെടെ നൽകിയ സേവനങ്ങൾക്ക് നന്ദി പറയാൻ ഏങ്ങണ്ടിയൂർ ആശുപത്രിയിലെ വൈദികർ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി. MI ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സഞ്ജയ് തൈക്കാട്ടിൽ എന്നിവരാണ് പോലീസ് നൽകിയ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞത്. 4 വർഷത്തെ സേവനത്തിന് ശേഷം കൊളങ്ങാട്ടുകര പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് നന്ദി പ്രകടിപ്പിക്കാൻ എത്തിയത്. പോലീസ് സ്റ്റേഷനിൽ എത്തിയ വൈദികരെ അഡീഷണൽ SI PM സാദിഖ് അലിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വൈദികർക്കുള്ള യാത്രയയപ്പ് കൂടിയായി മാറിയ ചടങ്ങിൽ പോലീസ് ഉദ്യോഗസ്ഥർ കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചാണ് വൈദികരെ യാത്രയാക്കിയത്. തളിക്കുളം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ പുനർനിർമ്മിച്ച ചുറ്റമ്പല സമർപ്പണവും ഗണപതി പ്രതിഷ്ഠയും ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രി തരണലിലു
പടിഞ്ഞാറെ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ചുറ്റമ്പല സമർപ്പണം നിർവഹിച്ചു. തന്ത്രി അനുപ്രകാശ് ഭദ്രദീപം തെളിയിച്ചു. ആവണങ്ങാട്ട് കളരി മഠാധിപതി AU രഘുരാമ പണിക്കർ മുഖ്യാതിഥിയായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഏങ്ങൂർ ചന്ദ്രബോസ് അധ്യക്ഷനായിരുന്നു. KK ഫൽഗുണൻ, NK മോഹനൻ, KR ഗോകുലൻ, ശശി പുറക്കാട് എന്നിവർ സംസാരിച്ചു. കാട്ടങ്ങച്ചിറ സ്വദേശി ഗോവയിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. തൊഴുത്തുപറമ്പിൽ ജോസാണ് മരിച്ചത്. ഗോവയിൽ കാസിനോവയിൽ ചൂതാട്ടത്തിൽ പണം നഷ്ടപ്പെട്ട മനോവിഷമത്തിലാണ് ആത്മഹത്യ എന്ന് കരുതുന്നു. ഇരിങ്ങാലക്കുട SI CV ബിബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗോവയിലെത്തിയത്. മൃതദേഹം ഗോവയിലെ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് ദിനാഘോഷത്തിന്റെ ഭാഗമായി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സാംസ്കാരിക സന്ധ്യ സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് വിവിധ കലാമേഖലകളിൽ കഴിവ് തെളിയിച്ച സാക്സഫോൺ കലാകാരൻ കിഷോർ അന്തിക്കാട്, സിനിമാ കലാ സംവിധായകൻ ജിത്ത് അന്തിക്കാട്, നാടക സംവിധായകൻ വൈശാഖ്, സംസ്ഥാന കലോത്സവ പുല്ലാങ്കുഴൽ ജേതാവ് യദുകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പറപ്പൂർ പൂന്നൂരിൽ തെങ്ങിൽ നിന്ന് വീണ് തെങ്ങുകയറ്റ തൊഴിലാളി മരിച്ചു. പൂന്നൂർ സ്വദേശി പരന്തോട്ടത്തിൽ 55 വയസ്സുള്ള തങ്കച്ചനാണ് മരിച്ചത്. തെങ്ങിൽ നിന്നും വീണ തങ്കച്ചനെ പറപ്പൂർ ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൂപ്പത്തിയിൽ വീടിന് നേരെ രാത്രിയിൽ കല്ലേറിൽ തണ്ടെങ്ങാട്ടിൽ ബാബുവിന്റെ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ബാബുവിന്റെ മകൻ സഞ്ജു പൂപ്പത്തിയിലെ ദിനേശൻ കൊലപാതക കേസിലെ സാക്ഷിയാണെന്നും ഇതുമായി സംഭവത്തിന് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. റോഡ് സുരക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലീസ് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. ക്ലാസ് മുറികളിലെ ബോർഡുകളിലാണ് കുട്ടികൾ റോഡ് സുരക്ഷാ ചിത്രരചന നടത്തിയത്. എരുമപ്പെട്ടി അഡീഷണൽ SI VJ ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുഭാഷ് എന്നിവർ ചിത്രങ്ങൾ വിലയിരുത്തി. മികച്ച ചിത്രങ്ങൾ വരച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രതിജ്ഞയെടുത്തു. പ്രധാന അധ്യാപിക AS പ്രേംസി, ഡെപ്യൂട്ടി HM MS സിറാജ്, സ്റ്റാഫ് സെക്രട്ടറി P നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. പറപ്പൂക്കര പഞ്ചായത്തിലെ പട്ടികജാതി ജനറൽ വിഭാഗങ്ങളിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. 13 ലക്ഷം രൂപ വകയിരുത്തി പഞ്ചായത്ത് പരിധിയിൽ 300 കട്ടിലുകളാണ് വിതരണം നടത്തിയത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VA മനോജ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തിക ജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV കുമാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD നെൽസൺ, VS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം RMVH സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA സുധീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK നാസർ അധ്യക്ഷത വഹിച്ചു. BRC ട്രെയിനർ ഹസനുൽ ബന്ന, പഞ്ചായത്ത് അംഗം റീജ ദേവദാസ്, പ്രധാന അധ്യാപിക B ബീബ, മൃദുല ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ മാഗസിൻ OLPP പ്രകാശനം ചെയ്തു. സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ ആര്യടൻ ഷൌക്കത്ത് നയിക്കുന്ന സാംസ്കാരിക യാത്രയുടെ ജില്ലാ പര്യടനം വ്യാഴാഴ്ച 10 മണിക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓട്ടുപാറയിൽ നൽകുന്ന സ്വീകരണം ചലച്ചിത്രതാരം C രമാദേവി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം വൈസ് ചെയർമാൻ ശങ്കരൻകുട്ടി, ജനറൽ കൺവീനർ ശശികുമാർ കൊടക്കാടത്ത്, അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ, ജയപ്രസാദ് കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക VK ബീന, MT വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവൃത്തി പരിചയ പ്രദർശനവും ഒരുക്കിയിരുന്നു. നെല്ലുവായ് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയുടെ കൊടിയേറ്റം നടന്നു. ക്ഷേത്ര മേൽശാന്തി മാവേലി മന പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റം നടത്തിയത്. നെല്ലുവായ്, മുല്ലയ്ക്കൽ ദേശകമ്മിറ്റികൾ ചടങ്ങിൽ പങ്കാളികളായി. പറപ്പുറപ്പാടിന് ശേഷം മാസ്റ്റർ അഥർവും സംഘവും അവതരിപ്പിച്ച മദ്ദളകേളി അരങ്ങേറി. ഈ മാസം 11-നാണ് ഭരണിവേല. ഇറവക്കാട് സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി. ചിറ്റിശ്ശേരി തൊട്ടിപ്പറമ്പിൽ രാജീവിന്റെ മകൻ 15 വയസ്സുള്ള പൃഥ്വിരാജിനെയാണ് തിങ്കളാഴ്ച മുതൽ കാണാതായത്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്
5 അടി 11 ഇഞ്ച് ഉയരവും മെലിഞ്ഞ ശരീരപ്രകൃതിയുമുള്ള കുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 9213718013 എന്ന ഫോൺ നമ്പറിലോ അറിയിക്കേണ്ടതാണ്. അന്തിക്കാട് KGM LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KM കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് BPO അജിത ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. BRC കോർഡിനേറ്റർ സിംസി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AB ബാബു തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പതിയാരം പള്ളിയിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുസ്വരൂപ പ്രതിഷ്ഠാ സമർപ്പണം നടന്നു. മാർ പാസ്റ്റർ നീലങ്കാവിൽ തിരുസ്വരൂപ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഫൊറോന വികാരി ഫാദർ ജോയ് അടമ്പുകുളം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പ്രിന്റോ കുളങ്ങര, ഫാദർ ടോണി വാഴപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി. വരന്തരപ്പള്ളി LP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപനാഘോഷം മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും അർജുന ജേതാവുമായ സിറിൽ സി വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ദേവമാത കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് ചക്കാലമറ്റത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. OSA പ്രതിനിധി ബോബി ചെമ്മണൂർ ജൂബിലി കലണ്ടർ പ്രകാശനം ചെയ്തു. മാനേജർ ഫാദർ ബേബി ഷെപ്പേർഡ്, ഫാദർ ഷാജു എടമന, ഫാദർ ജോസഫ് പയ്യപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് സർവകലാശാല NSS യൂണിറ്റും നെഹ്റു യുവകേന്ദ്രയും ചേർന്ന് യുവജന പാർലമെന്റ് സംഘടിപ്പിക്കുന്നു. ജനാധിപത്യം, ശക്തിയും പോരായ്മകളും അവസരങ്ങളും എന്ന വിഷയത്തിൽ മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ശനിയാഴ്ച യുവജന പാർലമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ജില്ലയിലെ കോളേജ്, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ NSS പ്രോഗ്രാം ഓഫീസർമാരും സ്ഥാപന മേധാവികളുമാണ് പാർലമെന്റിൽ അംഗങ്ങളാകുന്നത്. വാർത്താ സമ്മേളനത്തിൽ NSS ജില്ലാ കോർഡിനേറ്റർ പ്രൊഫസർ KN രമേശ്, പ്രിൻസിപ്പൽ P സുനിൽ, വേണുഗോപാൽ, പ്രൊഫസർ MP അരുണൻ, K രമ്യഭാരതി എന്നിവർ പങ്കെടുത്തു. കാക്കശ്ശേരി വിദ്യാവിഹാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് തയ്യാറാക്കിയ 6000 പേജ് വരുന്ന വിദ്യാ ടൈംസ് മെട്രോമാൻ E ശ്രീധരൻ പ്രകാശനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിലാണ് കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയ മെഗാ ന്യൂസ് പേപ്പർ പ്രകാശനം ചെയ്യുക. പ്രിൻസിപ്പൽ ഡോക്ടർ V ബിന്ദു, ഷഫീർ അലി, റിൻഡു ജോൺസൺ, ലക്ഷ്മി R കൃഷ്ണ, PA ആദിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. KPSTA തൃശൂർ ജില്ലാ സമ്മേളനം മാളയിൽ നടക്കും. വെള്ളിയാഴ്ച വിളംബര ജാഥയോടെ സമ്മേളനം തുടങ്ങുമെന്ന് സംഘാടകർ അറിയിച്ചു. ശനിയാഴ്ച മാള പഞ്ചായത്ത് ഹാളിൽ രാവിലെ പ്രതിനിധി സമ്മേളനം നടക്കും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് CS അബ്ദുൽ ഹക്ക്, സംസ്ഥാന സെക്രട്ടറി PU വിൽസൺ, റോണി K മാവേലി, PK ലിബീഷ് എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഏർപ്പെടുത്തിയ ഫാദർ ജോസ് തെക്കൻ ബെസ്റ്റ് ടീച്ചർ അവാർഡിന്റെ ആദ്യ വിജയിയായി കോടഞ്ചേരി ഗവൺമെന്റ് കോളേജ് എക്കണോമിക്സ് വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ C കൃഷ്ണനെ തിരഞ്ഞെടുത്തു. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് 2019 ഫെബ്രുവരി 9 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി KJ അൽഫോൺസ് കണ്ണന്താനം സമർപ്പിക്കും. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ VP ആന്റോ, ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി ഉത്സവം ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ആനച്ചമയ പ്രദർശനം നടക്കും. തിങ്കളാഴ്ച രാവിലെ 10:00 ശിവേലി എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 3 നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ 9 ആനകൾ അണിനിരക്കും. IA മോഹനൻ, KV മോഹനൻ, മോഹൻദാസ് ഇത്തിക്കാട്ട്, P പീതാംബരൻ, കുറുക്കംപര്യ, ഷിനോദ് കുട്ടൻപാറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കരുവന്നൂർ ശുദ്ധജല പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 18-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ബൈക്കിലെത്തി മാലമോഷണം പതിവാക്കിയ 20-കാരനെ ചാലക്കുടി പോലീസ് പിടികൂടി. പ്രതി പിടിയിലായത് GPS സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ. ജനകീയ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ചാപ്പാറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് പുതിയ മുഖം. 3 കോടി രൂപ ചെലവിൽ ഇവിടെ ശാസ്ത്ര മ്യൂസിയം സ്ഥാപിക്കും. ശുചിത്വ പരിപാലനത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശം പകർന്ന സ്വച്ഛ് ഭാരത് എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഹ്രസ്വചിത്രത്തിന് പ്രധാനമന്ത്രിയുടെ അനുമോദനം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.